ഓം ശാന്തി 8/1/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയുടെ ഓർമ്മയിലിരുന്ന് സദാ സന്തോഷത്തോടെ കഴിയൂ. ഓർമ്മയിലിരിക്കുന്നവർ സദാ രമണീകവും മധുരവുമായിരിക്കും. സന്തോഷത്തോടെ ഇരുന്നുകൊണ്ട് സേവനം ചെയ്യും. ചോദ്യം: ജ്ഞാനത്തിന്റെ ലഹരിയോടൊപ്പം തന്നെ ഏത് കാര്യം തീർച്ചയായും പരിശോധിക്കണം? ഉത്തരം: ജ്ഞാനത്തിന്റെ ലഹരിയിലിരിക്കുന്നുണ്ട്, എന്നാൽ പരിശോധിക്കണം എത്രത്തോളം ദേഹി അഭിമാനിയായിരിക്കുന്നുണ്ട്. ജ്ഞാനം വളരെയധികം സഹജമാണ്, എന്നാൽ യോഗത്തിലാണ് മായ വിഘ്നം ഉണ്ടാക്കുന്നത്. ഗൃഹസ്ഥ വ്യവഹാരത്തിലും അനാസക്തമായിരിക്കണം. മായയാകുന്ന എലി ഉള്ളിന്റെ ഉള്ളിൽ കാർന്നു തിന്നുമ്പോൾ അത് അറിയാതിരിക്കരുത്. തന്റെ നാഡി സ്വയം തന്നെ നോക്കണം. എനിക്ക് ബാബയോട് സുദൃഢമായ സ്നേഹമുണ്ടോ? എത്ര സമയം ഞാൻ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്? ഗീതം: എന്തുകൊണ്ട് കത്തിയെരിഞ്ഞുകൂടാ ഈയാമ്പാറ്റേ? ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ പാട്ടിന്റെ വരി കേട്ടു. ബാബ ഇത്രയ്ക്കും അത്ഭുതം കാണിക്കുമ്പോൾ, നിങ്ങളെ ഇത്രയ്ക്കും സുന്ദരമാക്കി മാറ്റുമ്പോൾ, എന്തുകൊണ്ട് ശ്യാമിൽ നിന്ന് സുന്ദരമാക്കി മാറ്റുന്ന ആ ബാബയുടേതായി കൂടാ? കുട്ടികൾക്കറിയാം, നമ്മൾ കറുപ്പിൽ നിന്ന് വെളുത്തവരായി തീരുകയാണ്. ഒരാളുടെ മാത്രം കാര്യമല്ല പറയുന്നത്. മനുഷ്യർ കൃഷ്ണനെ ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു. ചിത്രവും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചിലർ സുന്ദരമാണെങ്കിൽ, അതായത് സത്തോ പ്രധാനമാണെങ്കിൽ, ചിലർ ശ്യാമാണ്, അതായത് തമോ ആണ്. മനുഷ്യർക്ക് ഇത് എങ്ങനെയാണെന്നത് മനസ്സിലാക്കാൻ സാധിക്കില്ല. സത്യയുഗത്തിലെ രാജകുമാരനായ ശ്രീകൃഷ്ണൻ ഒരിക്കലും കറുത്തതാകില്ല. കൃഷ്ണനെ കുറിച്ച് എല്ലാവരും പറയുന്നു, കൃഷ്ണനെ പോലുള്ള പതിയെ വേണം, കുട്ടിയെ വേണമെന്ന്. അപ്പോൾ പിന്നെ ശ്രീകൃഷ്ണൻ എങ്ങനെ കറുത്തതായി തീരും? ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. കൃഷ്ണനെ എന്തുകൊണ്ട് കറുത്തതാക്കി മാറ്റി? കാരണം വേണമല്ലോ. സർപ്പം കൊത്തി എന്നെല്ലാം പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയുള്ള കാര്യമൊന്നും തന്നെ ഇല്ല. ശാസ്ത്രങ്ങളിൽ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ കേട്ട് പറയുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് സർപ്പത്തിന്റെ ശരശയ്യയിൽ നാരായണൻ കിടക്കുന്നതായി. എന്നാൽ അങ്ങനെയുള്ള സർപ്പത്തിന്റെ ശയ്യയൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇത്രയ്ക്കും ആയിരക്കണക്കിന് മുഖമുള്ള സർപ്പമുണ്ടാകുമോ? ചിത്രങ്ങൾ എങ്ങനെയെല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബാബ മനസ്സിലാക്കി തരുന്നു, ഭക്തി മാർഗത്തിലെ പല ചിത്രങ്ങളും യഥാർത്ഥത്തിലുള്ളതല്ല, എന്നാൽ ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യം മുതൽ ഇപ്പോൾ വരേക്കും എന്തെല്ലാം നാടകമാണോ ഷൂട്ട് ആയിട്ടുള്ളത്, അതെല്ലാം തന്നെ ആവർത്തിക്കണം. ഭക്തിയിൽ എന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നതാണ്. എത്രയാണ് ചിലവാക്കുന്നത്? എങ്ങനെയെല്ലാമുള്ള ചിത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്? മുമ്പ് ഇതെല്ലാം തന്നെ കാണുമ്പോൾ ഇത്രയ്ക്ക് അത്ഭുതം തോന്നിയിരുന്നില്ല. ഇപ്പോൾ ബാബ ഇതെല്ലാം മനസ്സിലാക്കി തരുമ്പോൾ ബുദ്ധിയിലേക്ക് വരുന്നുണ്ട്, ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണെന്ന്. ഭക്തിയിൽ എന്തെല്ലാമാണോ ഉണ്ടായത് അത് വീണ്ടും സംഭവിക്കും. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇതൊന്നും തന്നെ മനസ്സിലാകില്ല. ഇതുമറിയാം, ഡ്രാമയിൽ എന്തെല്ലാമാണോ ആദ്യം മുതൽക്ക് തന്നെ അടങ്ങിയിട്ടുള്ളത് അത് തന്നെ സംഭവിക്കുമെന്ന്. അനേക ധർമ്മങ്ങളുടെ വിനാശവും ഒരേ ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ഉണ്ടാകുന്നു. ഇതിൽ വളരെ വലിയ നന്മയാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർ അതെല്ലാം തന്നെ ചെയ്യുന്നത് ഭഗവാനിൽ നിന്ന് ഫലം നേടുന്നതിനാണ്. ഫലം ജീവൻ മുക്തിയാണ്. ഇതെല്ലാം തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇവിടെ പ്രജകളുടെ മേലാണ് രാജ്യം ഭരിക്കുന്നത്. ഗീതയിൽ ഭാരതവാസികളായ കൗരവരും പാണ്ഡവരും എന്ത് ചെയ്തു എന്നാണ് കാണിക്കുന്നത്.
യാദവരാണ് മിസൈലുകൾ കണ്ടുപിടിച്ചത്. അവർ തന്റെ കുലത്തെ നശിപ്പിച്ചു. ഇവരെല്ലാം തന്നെ പരസ്പരം ശത്രുക്കളാണ്. നിങ്ങൾ വാർത്തകളൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരാണോ കേൾക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. ഓരോ ദിവസം കൂടുന്തോറും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും ഒരു ധർമ്മത്തിലേതാണെങ്കിലും വളരെയധികം പ്രശ്നങ്ങളുണ്ട്. വീട്ടിലിരിക്കെ തന്നെ എല്ലാവരും ഇല്ലാതാകും. നിങ്ങൾ രാജയോഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നതിനായി ഈ പഴയ ലോകത്തെ ശുദ്ധീകരിക്കണം. പിന്നീട് പുതിയ ലോകത്തിൽ എല്ലാം തന്നെ പുതിയതായിരിക്കും. പഞ്ചതത്വങ്ങളും സത്തോ പ്രധാനമായിരിക്കും. സമുദ്രത്തിന് അലയടിച്ച് എല്ലാം നശിപ്പിക്കാനുള്ള ശക്തിയൊന്നുമില്ല. ഇപ്പോൾ പഞ്ചതത്വങ്ങളും എത്രയാണ് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത്. അവിടെ മുഴുവൻ പ്രകൃതിയും ദാസിയായിരിക്കും. അതുകൊണ്ട് ദുഃഖത്തിന്റേതായ കാര്യമൊന്നുമില്ല. ഇതും ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ ഡ്രാമയിലെ കളിയാണ്. സത്യയുഗത്തെയാണ് സ്വർഗമെന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളും പറയുമായിരുന്നു ഭാരതത്തിൽ ആദ്യമാദ്യം സ്വർഗമായിരുന്നു എന്ന്. ഭാരതം അവിനാശി ഖണ്ഡമാണ്. കേവലം അവർക്കിത് അറിയില്ല. നമ്മെ മുക്തമാക്കുന്ന ബാബ ഭാരതത്തിലാണ് വരുന്നതെന്ന്. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ഭാരതത്തിലാണ് ശിവജയന്തി ആഘോഷിക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായും ശിവബാബ ഭാരതത്തിൽ തന്നെയാണ് വന്ന് സ്വർഗം സ്ഥാപിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണോ പ്രജകളായി തീരുന്നവർ അവരുടെ ബുദ്ധിയിൽ ഒന്നും തന്നെ ഇരിക്കില്ല. രാജധാനിയിലിരിക്കുന്നവർ മനസ്സിലാക്കും നമ്മൾ ശിവബാബയുടെ മക്കളാണെന്ന്. പ്രജാപിതാവായ ബ്രഹ്മാവുമുണ്ട്. മുക്തേശ്വരനും ജ്ഞാനത്തിന്റെ സാഗരനും സ്വയം ഭഗവാനാണ്. ബ്രഹ്മാവിനെ പറയുകയില്ല. ബ്രഹ്മാവും അവരിൽ നിന്നാണ് മുക്തമായി തീരുന്നത്. എല്ലാവരെയും മുക്തമാക്കുന്നത് ഒരേ ഒരു ബാബ തന്നെയാണ്. കാരണം എല്ലാവരും തമോ പ്രധാനമാണ്. ഇങ്ങനെ ഉള്ളിൽ വിചാരസാഗര മന്ഥനം നടക്കണം. മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ മുരളി വായിക്കണം. കുട്ടികൾ നമ്പർ വൈസാണ്. ഇത് ജ്ഞാനമാണ്. ഇത് ദിവസേന പഠിക്കണം. പേടിച്ചു പഠിക്കാതിരിക്കുന്നത് ശരിയല്ല. എന്നിട്ട് കർമ്മബന്ധനമാണെന്ന് പറയുന്നു. ആദ്യം എത്ര പേരാണ് മുക്തമായി വന്നത്? പിന്നീട് പലരും പോയി. സിന്ധിൽ ധാരാളം കുട്ടികൾ വന്നു. പിന്നീട് പ്രശ്നം കാരണം എത്ര പേരാണ് ശത്രുക്കളായത്? ആദ്യം അവർക്ക് ജ്ഞാനം വളരെ നല്ലതായി തോന്നിയിരുന്നു. ഇവർക്ക് ഭഗവാന്റെ വരദാനം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്തോ ഒരു ശക്തി ഉണ്ടെന്ന്. അല്ലാതെ പരമാത്മാവ് പ്രവേശിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്ത് തന്ത്രവിദ്യകളുടെ ശക്തി വളരെയധികം പേരിലുണ്ട്. ഗീത എടുത്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാബ പറയുന്നു ഇതെല്ലാം തന്നെ ഭക്തി മാർഗത്തിലെ പുസ്തകങ്ങളാണ്. ജ്ഞാനസാഗരൻ ഞാനാണ്. എന്നെ തന്നെയാണ് ഭക്തി മാർഗത്തിൽ എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഇതും അടങ്ങിയിട്ടുണ്ട്. സാക്ഷാത്കാരങ്ങളുമുണ്ട്. ഭക്തി മാർഗത്തിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തണം. ജ്ഞാനം എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഭക്തി തന്നെയാണ് നല്ലത്. അങ്ങനെയെങ്കിലും മനുഷ്യർ ഉദ്ധരിക്കപ്പെടുമല്ലോ. കളവൊന്നും, അതായത് മോഷണമൊന്നും തന്നെ ചെയ്യില്ലല്ലോ. ഭഗവാനെ ഭജിക്കുന്നവരെ കുറിച്ച് ആരും തലകീഴായ കാര്യങ്ങൾ പറയില്ല. ഭക്തരാണല്ലോ. ഇന്നത്തെ കാലത്ത് ഭക്തരാണെങ്കിലും പാപ്പരായെന്ന് വരാം. ശിവബാബയുടെ കുട്ടികളായാലും പാപ്പരാവില്ല എന്നില്ല. കഴിഞ്ഞുപോയ വികർമ്മം ഉണ്ടെങ്കിൽ പാപ്പരാവുക തന്നെ ചെയ്യും. ജ്ഞാനത്തിലേക്ക് വരുന്നവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ ജ്ഞാനവുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്.
നമുക്ക് സർവ്വതും അങ്ങോട്ട്, അതായത് സത്യയുഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. തന്റെ എല്ലാ സാമഗ്രികളും ട്രാൻസ്ഫർ ചെയ്യണം. ബാബയ്ക്ക് ആരംഭത്തിൽ വളരെയധികം ലഹരി തോന്നിയിരുന്നു. അവിടെ നിന്നും വന്നപ്പോൾ ഒരു പാട്ട് എഴുതിയിരുന്നു, അല്ലാഹുവും സമ്പത്തും ലഭിച്ചു എന്ന്. ശ്രീകൃഷ്ണന്റെയും ചതുർഭുജധാരിയുടെയും സാക്ഷാത്കാരം ലഭിച്ചപ്പോൾ മനസ്സിലാക്കി, ഞാൻ ദ്വാരകയിലെ ചക്രവർത്തിയായി തീരുമെന്ന്. അത്രയ്ക്കും ലഹരി വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഈ വിനാശി സമ്പത്ത് എന്ത് ചെയ്യാനാണ്? അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കും സന്തോഷം ഉണ്ടായിരിക്കണം. നമുക്ക് ബാബ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുകയാണ്. പക്ഷെ കുട്ടികൾ ഇത്രയ്ക്കും പുരുഷാർത്ഥം ചെയ്യുന്നില്ല. മുന്നോട്ടു പോകുന്തോറും വീണു പോകുന്നു. നല്ല നല്ല കുട്ടികൾ, ബാബയെ തന്നെ ക്ഷണിച്ചിട്ടുള്ള കുട്ടികൾ, അവർ ബാബയെ ഓർമ്മിക്കുന്ന പോലുമില്ല. ബാബയ്ക്ക് എഴുത്തു വരണം, ബാബ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്, താങ്കളുടെ ഓർമ്മയുടെ ലഹരിയിലാണ് ഇരിക്കുന്നത്. വളരെ പേർ ബാബയെ ഓർമ്മിക്കുന്നത് പോലുമില്ല. ഓർമ്മയുടെ യാത്രയിലൂടെ മാത്രമേ സന്തോഷം ശക്തമായി വർദ്ധിക്കൂ. ജ്ഞാനത്തിൽ എത്ര തന്നെ ലഹരിയുണ്ടായിരുന്നാലും എത്ര ദേഹാഭിമാനമാണ്. ദേഹി അഭിമാനി അവസ്ഥ എത്രത്തോളമുണ്ട്. ജ്ഞാനം വളരെയധികം എളുപ്പമാണ്. യോഗത്തിലാണ് മായ വിഘ്നമുണ്ടാക്കുന്നത്. ഗൃഹസ്ഥ വ്യവഹാരത്തിലും അനാസക്തമായിരിക്കണം. ഒരിക്കലും മായയുടെ പിടിയിൽ അകപ്പെടരുത്. മായ എലിയെപ്പോലെയാണ് കടിച്ചു മുറിക്കുക. എലി കടിച്ചു മുറിക്കുമ്പോൾ രക്തം വന്നാലും നമ്മൾ അറിയില്ല. കുട്ടികൾക്കറിയില്ല ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ എത്ര ബുദ്ധിമുട്ടാണ് സംഭവിക്കുന്നതെന്ന്. ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് നേടണം. മമ്മ ബാബയെ പോലെ നമ്മളും സിംഹാസനധാരിയായി തീരണം. ബാബ ഹൃദയം നേടുന്ന ആളാണ്. ദിൽവാല ക്ഷേത്രവും അതിന്റെ ഓർമ്മ ചിഹ്നമാണ്. ഉള്ളിൽ ആനയ്ക്ക് മുകളിലായി മഹാരഥിയാണ് ഇരിക്കുന്നത്. നിങ്ങളിലും മഹാരഥികളും കുതിരസവാരിക്കാരും കലാൽപ്പടയുമുണ്ട്. ഓരോരുത്തരും തന്റെ നാഡി നോക്കണം. ബാബ എന്തിനാണ് നോക്കുന്നത്? നിങ്ങൾ തന്നെ സ്വയം നോക്കൂ. ഞങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? ബാബയ്ക്ക് സമാനം സേവനം ചെയ്യുന്നുണ്ടോ? നമ്മുടെ യോഗം ബാബയോടൊപ്പമാണ്. രാത്രിയിൽ ഉറക്കമെണീറ്റ് ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ വളരെ പേരുടെ സേവനം ചെയ്യുന്നുണ്ടോ? ചാർട്ട് വെക്കണം, ഞാൻ ബാബയെ ഉള്ളുകൊണ്ട് എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ടെന്ന്. ചിലർ ഞാൻ നിരന്തരം ബാബയെ ഓർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധിക്കില്ല. ചിലർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഞാൻ ബാബയുടെ കുട്ടിയായി മാറിയല്ലോ, അത് മതി. പക്ഷെ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബാബയെ ഓർമ്മിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതും ബാബയെ ഓർമ്മിക്കാത്തതിന് സമാനമാണ്. ബാബയുടെ ഓർമ്മയിൽ സദാ സന്തോഷത്തോടെ ഇരിക്കണം. ഓർമ്മയിലിരിക്കുന്നവർ സദാ രമണീകമായിരിക്കും, സദാ സന്തുഷ്ടരായിരിക്കും. മറ്റുള്ളവർക്കും വളരെയധികം സന്തോഷത്തോടെ രമണീകതയോടെ മനസ്സിലാക്കി കൊടുക്കും. സേവനത്തിന്റെ വളരെയധികം ലഹരിയുള്ള കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. ചിത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. പിന്നീട് അവരുടെ രചന നമ്മളെല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്, സാഹോദര്യമാണ്. മറ്റുള്ളവരെല്ലാവരും അച്ഛന്മാരാണ് എന്ന് പറഞ്ഞു, അതായത് സർവവ്യാപിയാണെന്ന് പറഞ്ഞു. ആദ്യം ശിവബാബയുടെ ചിത്രത്തിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ, പരമപിതാവായ പരമാത്മാവ്, നിരാകാരൻ. നമ്മൾ ആത്മാക്കളും നിരാകാരികളാണ്. ഭൃഗുടി മധ്യത്തിലാണ് വസിക്കുന്നത്. ശിവബാബയും നക്ഷത്രമാണ്. പക്ഷെ നക്ഷത്രത്തെ എങ്ങനെ പൂജിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് വലുത് ഉണ്ടാക്കുന്നത്.
ബാക്കി ആത്മാക്കൾ 84 ലക്ഷം ജന്മങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ആത്മാക്കൾ ആദ്യം അശരീരിയായാണ് വരുന്നത്, പിന്നീട് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. സത്തോ പ്രധാന ആത്മാവ് പുനർജന്മങ്ങളെടുത്ത് കലിയുഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനുശേഷം വരുന്നവർ ഒരിക്കലും 84 ജന്മങ്ങൾ എടുക്കില്ല. എല്ലാവർക്കും 84 ജന്മങ്ങൾ എടുക്കാൻ സാധിക്കില്ല. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നത്. നാമം, രൂപം, ദേശം, കാലം എല്ലാം തന്നെ മാറുന്നു. ഇതുപോലെ പ്രഭാഷണം ചെയ്യണം. ഇതിനെയാണ് സ്വയം തിരിച്ചറിയുക എന്ന് പറയുന്നത്. പക്ഷെ ഇത് ആരാണ് ചെയ്യിപ്പിക്കുന്നത്? ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നത് സ്വയത്തെ തിരിച്ചറിയലാണോ? ഇത് പുതിയ ജ്ഞാനമാണ്. ജ്ഞാനസാഗരൻ, പതിതപാവനൻ, സർവരുടെയും സദ്ഗതി ദാതാവായ ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് ബാബയെക്കുറിച്ചുള്ള വളരെ നല്ല മഹിമ പാടൂ. ആത്മാവിന്റെ പരിചയം നൽകി ഇനി പരമാത്മാവിന്റെയാണ് നൽകുന്നത്. അവരെ സർവാത്മാക്കളുടെയും അച്ഛൻ എന്നാണ് പറയുന്നത്. അവർക്ക് ചെറുതോ വലുതോ ആയി തീരാൻ സാധിക്കില്ല. പരമപിതാവായ പരമാത്മാവാണ് ഏറ്റവും ഉയർന്നത്. ഉയർന്നതിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആത്മാവ്. അവർ പുനർജന്മത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് അവരെ പരമപിതാവെന്ന് പറയുന്നു. ഇത്രയ്ക്കും ചെറിയ ആത്മാവിലാണ് പാർട്ടടങ്ങിയിരിക്കുന്നത്. പതിത പാവനനെന്നും അവരെയാണ് പറയുന്നത്. അവരുടെ പേര് എപ്പോഴും ശിവബാബ എന്നാണ്, രുദ്രബാബ എന്നല്ല. ഭക്തിമാർഗത്തിൽ അനേകം പേരുകളാണ് പറയുന്നത്. അവരെ എല്ലാവരും ഓർമ്മിക്കുന്നു, പതിത പാവന വന്ന് പാവനമാക്കി മാറ്റൂ എന്ന്. അപ്പോൾ തീർച്ചയായും വരേണ്ടി വരുന്നു. എപ്പോഴാണോ ഒരേ ഒരു ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് അപ്പോഴാണ് അവർ വരുന്നത്. ആദി സനാതന ദേവി ദേവതാ ധർമ്മം. ഇപ്പോൾ കലിയുഗമാണ്. ധാരാളം മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരേ ഉള്ളൂ. ഇങ്ങനെയൊരു മഹിമയുണ്ട്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന, ശങ്കരനിലൂടെ വിനാശമെന്ന്. ഗീതയിലൂടെ തന്നെയാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിച്ചത്. എന്നാലും അതിൽ തെറ്റായി ശ്രീകൃഷ്ണന്റെ പേരിട്ടു. പക്ഷെ കൃഷ്ണൻ പുനർജന്മത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ പുനർജന്മരഹിതനാണ്. ഇനി തീരുമാനിക്കൂ, പരമപിതാവായ പരമാത്മാവ് ശിവനാണോ അതോ ശ്രീകൃഷ്ണനാണോ? ഗീതയുടെ ഭഗവാൻ ആരാണ്? ഭഗവാൻ എന്ന് ഒരാളെയാണ് പറയുന്നത്. അഥവാ ഈ കാര്യങ്ങളെ ഒന്നും ചിലർ അംഗീകരിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ഇവർ നമ്മുടെ ധർമ്മത്തിൽ ഇല്ലെന്ന്. സത്യയുഗത്തിലേക്ക് വരുന്നവർ പെട്ടെന്ന് തന്നെ അംഗീകരിക്കും, പുരുഷാർത്ഥത്തിൽ മുഴുകും. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. ഇതിലാണ് നിങ്ങളുടെ വിജയം. പക്ഷെ എത്രത്തോളം ദേഹി അഭിമാനി അവസ്ഥയുണ്ടെന്ന് നോക്കണം. പരസ്പരം നാമരൂപത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ? ഭക്തിമാർഗത്തിൽ പറഞ്ഞിരുന്നു, ഏറ്റവും ഉപരിയിലുള്ള ബ്രഹ്മലോകത്തിൽ വസിക്കുന്ന പരമാത്മാവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു എന്ന്. ബാക്കി ആരെ ഭയക്കാനാണ്? വളരെയധികം ധൈര്യം ആവശ്യമാണ്. പ്രഭാഷണം ചെയ്യുന്നവർ ആത്മജ്ഞാനം വളരെയധികം ലഹരിയോടെ നൽകണം. പിന്നീട് പരമാത്മാവെന്ന് ആരെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കണം. ബാബയുടെ മഹിമയാണ് സ്നേഹത്തിന്റെ സാഗരൻ, ജ്ഞാനത്തിന്റെ സാഗരൻ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെയും മഹിമ. ആരോടെങ്കിലും ദേഷ്യപ്പെടുക അർത്ഥം നിയമം കയ്യിലെടുക്കുകയാണ്. ബാബ എത്ര മധുരമാണ്. കുട്ടികൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നില്ലെങ്കിലും ബാബ ദേഷ്യപ്പെടില്ല. വളരെയധികം മധുരമായി തീരണം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും.
ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. തന്റെ എല്ലാ സാധനങ്ങളും ട്രാൻസ്ഫർ ചെയ്ത് വളരെയധികം സന്തോഷത്തോടെയും ലഹരിയോടെയും ഇരിക്കണം. മമ ബാബയ്ക്ക് സമാനം സിംഹാസനധാരിയായി തീരണം. ഉള്ളുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. 2. ആരെയെങ്കിലും ഭയപ്പെട്ട് പഠിപ്പ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഓർമ്മയിലൂടെ തന്റെ കർമ്മബന്ധനത്തെ കുറയ്ക്കണം. ഒരിക്കലും ക്രോധത്തിലേക്ക് വന്ന് നിയമം കയ്യിലെടുക്കരുത്. ഏത് സേവനമായാലും പറ്റില്ല എന്ന് പറയരുത്. വരദാനം: രാജകീയതയും ലാളിത്യവും രണ്ടിന്റെയും സന്തുലനത്തിലൂടെ കാര്യം ചെയ്യുന്ന ബ്രഹ്മബാബയ്ക്ക് സമാനമായി ഭവിക്കൂ. ഏതുപോലെയാണോ ബ്രഹ്മബാബ സാധാരണമായി കഴിഞ്ഞത്, വളരെ ഉയർന്നതുമല്ല വളരെ താഴ്ന്നതുമല്ല. ബ്രാഹ്മണരുടെ തുടക്കം മുതൽ ഇപ്പോൾ വരേക്കുമുള്ള നിയമമാണ്: തീർത്തും സാധാരണവുമായിരിക്കരുത്, വളരെ രാജകീയവുമായിരിക്കരുത്, മധ്യമത്തിലായിരിക്കണം. ഇപ്പോൾ സാധനങ്ങൾ ധാരാളമുണ്ട്, സാധനം നൽകുന്നവരുമുണ്ട്. എങ്കിലും ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും മധ്യമത്തിൽ ചെയ്യൂ. ഇങ്ങനെ ആരും പറയരുത്, ഇവിടെ വളരെ രാജകീയ ആർഭാടമായിരിക്കുന്നു എന്ന്. എത്രത്തോളം ലളിതം അത്രയും രാജകീയം. രണ്ടിന്റെയും സന്തുലനം ഉണ്ടായിരിക്കണം. സ്ലോഗൻ: മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം സ്വയത്തെ നോക്കൂ. ഒപ്പം ഓർമ്മ വയ്ക്കൂ, എന്ത് കർമ്മം ഞാൻ ചെയ്യുന്നുവോ എന്നെ നോക്കി മറ്റുള്ളവരും ചെയ്യും. അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതി അനുഭവിക്കൂ. ഇപ്പോൾ താങ്കളുടെ എല്ലാ വ്യവഹാരവും ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ, സൂചനകളിലൂടെ നടക്കണം. ഇങ്ങനെ ലൈറ്റ് രൂപത്തിൽ കഴിയൂ. അതിലൂടെ വ്യർത്ഥ സങ്കല്പവും വ്യർത്ഥ സമയവും സമാപ്തമാകണം. എന്താണോ നടക്കേണ്ടത് ആ സങ്കല്പം വയ്ക്കൂ. ആരാണോ ചെയ്യേണ്ടത് അവരുടെ ബുദ്ധിയിലും അതേ സങ്കല്പം വരണം, ഇന്നത് ചെയ്യണം എന്ന്. അപ്പോൾ ഈ സാകാരവദനം സൂക്ഷ്മവദനമാകും. ഓം ശാന്തി.